Hello everyone. In this part, we are going to see the basics of management. Definition, its meaning, importance, nature, levels, functional areas of management, and so on. So first of all, let's see what management is. Management is the art of getting people together to accomplish desired goals and objectives using the available resources effectively and efficiently. അതായത് നമുക്ക് എന്തൊരു ബിസിനസ് ആണെങ്കിലും എന്തൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും നമുക്ക് ലൈഫിലാണെങ്കിലും ഒരു പെർട്ടിക്കുലർ ഗോൾ ആൻഡ് ഒബ്ജക്റ്റീവ് ഉണ്ടാവും. ആ പെർട്ടിക്കുലർ ഗോൾ ഓർ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആൾക്കാരുടെ സഹായമൊക്കെ ചോദിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുമ്പം അതിന് ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാനേജിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ആക്ട് ഓഫ്, അതായത് ഒരുപാട് പേരുടെ സഹായത്തോടു കൂടെ അവരുടെ എഫേർട്ട് എല്ലാം കൂടെ ഒരു പെർട്ടിക്കുലർ ഗോളിലേക്ക് പ്രോപ്പറായിട്ട് എഫിഷ്യൻ്റ്ലി ആൻഡ് ഇഫക്റ്റീവ്ലി എത്തിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ വിത്ത് ദ എയിം ഓഫ് അച്ചീവിങ് ഗോൾസ് ഇഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി. ഇവിടെ നമ്മൾ പോയിന്റ് നോക്കേണ്ടത് ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. ആൻഡ് ബോത്ത് ഇഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി, അതായത് ക്വാളിറ്റിയോട് കൂടിയിട്ട് ലെസ് ടൈമിൽ ലെസ് കോസ്റ്റിൽ എത്തിക്കുന്നതിനെയാണ് നമ്മൾ ഇഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഗോൾ അച്ചീവ് ചെയ്യാന്നുള്ളതാണ്. ബോത്ത് എഫിഷ്യൻ്റ്ലി ആൻഡ് ഇഫക്റ്റീവ്ലി. പ്രൊഡക്ഷൻ ആക്ടിവിറ്റി നല്ല കൂടണം, ക്വാളിറ്റി പ്രൊഡക്ട്സ് വേണം, പക്ഷെ കോസ്റ്റ് അറ്റ് ദ സെയിം ടൈം കുറവായിട്ട്. ഒരു ഡെഫിനിഷൻ നോക്കാം. According to Joseph Messi, management is defined as the process by which cooperative group directs action towards common goal. നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ് നമ്മൾ കോമൺ ഗോളിലേക്ക് എത്തിക്കുന്ന ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ് നമ്മൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, now let's see the features, characteristics or nature of management. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാനേജ്മെന്റ് ഒരു ഗോൾ ഓറിയന്റഡ് പ്രോസസ് ആണ്. ഒരു പെർട്ടിക്കുലർ എയിം ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു എന്റർപ്രൈസിന്റെ എയിം എന്ന് പറഞ്ഞാൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. അതായത് ക്വാളിറ്റി ഗുഡ്സ് റീസണബിൾ പ്രൈസിന് കൊടുത്തിട്ട് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എയിം ചെയ്യുക എന്നുള്ളതായിരിക്കും ഒരു മാനേജ്മെന്റിന്റെ ഗോള്. അല്ലെങ്കിൽ ചില ബിസിനസിന്റെ എയിം എന്ന് പറഞ്ഞാൽ ബൾക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സെല്ല് ചെയ്യുക എന്നുള്ളതായിരിക്കും. കുറച്ച് പൈസയ്ക്ക് ഒരുപാട് സെല്ല് ചെയ്യുക എന്നുള്ളതായിരിക്കും. അങ്ങനെ ഓരോ ബിസിനസ് ഓർഗനൈസേഷനും ഓരോ എയിം ഉണ്ട്. അത് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് പെർവാസീവ് ഇൻ നേച്ചർ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും മാനേജ്മെന്റ് വേണം. നമ്മുടെ ടോപ്പിലുള്ള മാനേജേഴ്സിന് മാത്രം പോരാ, താഴെത്തട്ടിലുള്ള വർക്കേഴ്സിന് വരെ എന്ത് വേണം, മാനേജ്മെന്റ് എന്നുള്ള പ്രോസസ്സിൽ ഇൻക്ലൂഡഡ് ആണ്. അവർക്ക് മാനേജ്മെന്റ് വേണം. മോർ ഓവർ ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഒരു ദിവസം മാത്രം ചെയ്താൽ പോരാ, നമ്മൾ ഫുള്ളായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യേണ്ട പ്രോസസ്സാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ഇസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ കോമൺ ഗോളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിനെയാണ് മാനേജ്മെന്റ്. ഇറ്റ് ഇസ് ഇൻടാൻജിബിൾ. നമുക്കതിനെ കാണാനോ തൊടാനോ പറ്റില്ല, പക്ഷെ നമുക്കതിന്റെ റിസൾട്ട് എങ്ങനെ കാണാൻ പറ്റും? നമ്മൾ എന്താണോ ഗോൾ, ആ ഗോൾ അച്ചീവ് ചെയ്താൽ നമുക്ക് അതിന്റെ റിസൾട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ മാർക്ക് നമുക്ക് കാണാനോ തൊടാനോ പറ്റില്ല, പക്ഷെ അതിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും. ഇറ്റ് ഇസ് എ ഡൈനാമിക് ഫംഗ്ഷൻ. അതായത് ഇത് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഇന്നലെ നമ്മൾ യൂസ് ചെയ്ത സ്ട്രാറ്റജി അല്ല നാളെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് അറിയാം പണ്ട് ഈ CD ഡിസ്ക് ആയിരുന്നു നമ്മൾ കൂടുതൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂഷ്വലി പെൻ ഡ്രൈവ്സ്, കമ്പ്യൂട്ടറിൽ തന്നെ നമ്മൾ പല സ്റ്റോറേജും വാങ്ങും ഒക്കെ ചെയ്യും. അപ്പൊ നമ്മൾ കാലത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കണം. മോർ ഓവർ മാനേജ്മെന്റ് ഇസ് ബോത്ത് സയൻസ് ആസ് വെൽ ആസ് ആർട്ട്. മാനേജ്മെന്റ് ഒരു സയൻസുമാണ് ആർട്ടുമാണ്. അതായത് സയൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവിടെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള ബേസ് ഉണ്ടാവും, കാര്യങ്ങൾ ഉണ്ടാവും. സയൻസ് മാനേജ്മെന്റ് ഇസ് കോൾഡ് ആസ് സയൻസ് ഇൻ ദ സെൻസ് ദാറ്റ് നമുക്ക് മാനേജ്മെന്റിന് കുറച്ച് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് നമ്മൾ ഇനി പഠിക്കും. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ സയൻസ് എന്ന് പറയും. നമുക്കറിയാം സയൻസ് എന്ന് പറഞ്ഞാൽ അതിന് വാസ്തവത്തിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും, ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. മാനേജ്മെന്റ് ഇസ് ആർട്ട് എന്ന് പറയുന്നതിന്റെ കാര്യം എന്താ വെച്ചാൽ നമ്മൾ അതിനെ പ്രാക്ടിക്കലി ഈ പ്രിൻസിപ്പിളിനെ അപ്ലൈ ചെയ്യുന്നതിനോടാണ് നമ്മൾ ആർട്ട് എന്ന് പറയുന്നത്. ആർട്ട് എന്ന് പറഞ്ഞ നമുക്കറിയാം കലാരൂപം, ഡാൻസ് ആവാം, പാട്ടാവാം. അതിൽ നമ്മൾ പ്രാക്ടിക്കലി കാര്യങ്ങൾ കാണിക്കും.
അതുപോലെ തന്നെ മാനേജ്മെന്റും പ്രാക്ടീസ് ആയിട്ട് നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കും, പ്രാക്ടിക്കലി ഇൻസ്ട്രക്ഷൻ കൊടുക്കും. പക്ഷെ ഈ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് എന്തിന്റെ ബേസിലായിരിക്കും? പ്രിൻസിപ്പിൾസിന്റെ ബേസിലായിരിക്കും. വെറുതെ ഇൻസ്ട്രക്ഷൻ കൊടുക്കില്ല, പ്രിൻസിപ്പിൾസിന്റെ ബേസിലായിരിക്കും ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. സോ മാനേജ്മെന്റ് ഇസ് ബോത്ത് ആർട്ട് ആസ് വെൽ ആസ് സയൻസ്. ഇത്രയാണ് മാനേജ്മെന്റിന്റെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. ഇനി ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. എന്താണ് ബേസിക് മാനേജ്മെന്റ് ഫീച്ചേഴ്സ് എന്നുള്ളത് മാത്രമാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. Now let's see the importance of management. Management എന്നുള്ള കോൺസെപ്റ്റ് എന്താന്ന് പറഞ്ഞു. അതിൽ നിന്ന് തന്നെ we can see the importance of management. നമുക്കറിയാം ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് മാനേജ്മെന്റ് എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻഡിവിജ്വൽ എഫേർട്സ് നമ്മൾ ഗ്രൂപ്പ് ആയിട്ടുള്ള മെയിൻ ഓർഗനൈസേഷന്റെ എയിമിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യും. അതായത് ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാണ്, ബൾക്ക് പ്രൊഡക്ഷൻ ആണ് ഒരു ബിസിനസിന്റെ എയിം എങ്കിൽ ഈ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോരുത്തരും നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓർഗനൈസേഷന്റെ എയിം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. Another aim of importance of management is optimum utilization of resources. നമുക്കൊരു ഓർഗനൈസേഷനിൽ അറിയാം ഹ്യൂമൻ റിസോഴ്സസ്, നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ട്. അതുപോലെ തന്നെ ഫിസിക്കൽ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ ആ ഓർഗനൈസേഷനിൽ യൂസ് ചെയ്യുന്ന ചെയർ, ടേബിള്, പിന്നെ ലാപ്ടോപ്പ്, അതൊക്കെ ഫിസിക്കൽ റിസോഴ്സസ് ആണ്. അപ്പൊ ബോത്ത് ഹ്യൂമൻ റിസോഴ്സും ഫിസിക്കൽ റിസോഴ്സും പ്രൊഡക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാനേജ്മെന്റിന്റെ എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റും. സോ മാനേജ്മെന്റ് പ്രൊവൈഡ്സ് മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് ദീസ് റിസോഴ്സസ് ബൈ സെലക്ടിങ് ഇറ്റ്സ് ബെസ്റ്റ് പോസിബിൾ ഓൾട്ടർനേറ്റീവ് ഫ്രം ദ ഇൻഡസ്ട്രി. അതായത് ഒരു കാര്യം, ഒരു റിസോഴ്സ്, ഇപ്പൊ ഹ്യൂമൻ റിസോഴ്സസ് ആണെങ്കിൽ നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ നിയമിക്കും. അതുപോലെ തന്നെ ആ ആൾക്കാർക്ക് കൊടുക്കുന്ന വേജ് റേറ്റും അതിന്റെ എത്രയാണോ വർക്ക് അതിനനുസരിച്ചുള്ള വേജ് റേറ്റും കൊടുത്തിട്ട് എല്ലാതും അതിന്റെ ഒപ്റ്റിമത്തിൽ, അതിന്റെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ്. മാനേജ്മെന്റ് ഓൾസോ എയിംസ് അറ്റ് ഇൻക്രീസിങ് എഫിഷ്യൻസി. അതായത് പ്രോപ്പർ ആയിട്ട് എല്ലാ റിസോഴ്സസും യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും, പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കും. ഓക്കെ, ആൻഡ് ഇറ്റ് ക്രിയേറ്റ്സ് എ ഡൈനാമിക് ഓർഗനൈസേഷൻ. നമ്മുടെ മാനേജ്മെന്റ് ഫീച്ചറിൽ പറഞ്ഞു മാനേജ്മെന്റ് ഇസ് എ ഡൈനാമിക് ഫംഗ്ഷൻ. ചേഞ്ചിങ്, ഡൈനാമിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ചേഞ്ചിങ് ആയിട്ടുള്ളതാണ്. അതായത് എന്താണോ എൻവയോൺമെന്റിൽ ചേഞ്ചസ് അതിനനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഫോർ എക്സാമ്പിൾ, പണ്ട് നമ്മൾ പൈസ ക്യാഷിലാണ് കൊടുക്കുന്നത്. ഇപ്പം പല ആൾക്കാരും, മെജോറിറ്റി ആൾക്കാരും ഗൂഗിൾ പേസ് ഒക്കെ UPIs ആണ് യൂസ് ചെയ്യുക. അപ്പൊ നമ്മൾ പേയ്മെന്റിന് നമ്മൾ എന്ത് ചെയ്യും? ഒരു UPI കാർഡ്, ഒരു UPI സ്കാനർ വെക്കും. അത് അങ്ങനെ ചെറിയ ചെറിയ ചേഞ്ചസിനനുസരിച്ച് ഓർഗനൈസേഷനും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. മോർ ഇറ്റ് ഹെൽപ്സ് ഇൻ ഡെവലപ്മെന്റ് ഓഫ് ദ സൊസൈറ്റി. അതായത് ക്വാളിറ്റി പ്രൊഡക്ട്സ്, സർവീസസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ സൊസൈറ്റിയുടെ തന്നെ ക്വാളിറ്റി, നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ആൾക്കാരിലേക്ക് എത്തിക്കും. അതുപോലെ തന്നെ ജോലി സാധ്യതകൾ, ഒരു നല്ല ഓർഗനൈസേഷൻ വന്നാൽ നല്ല ജോലി സാധ്യതകൾ വർദ്ധിക്കും. അതുപോലെ തന്നെ ന്യൂ ടെക്നോളജി വന്നു കഴിഞ്ഞാൽ പീപ്പിളിനെയും സൊസൈറ്റീനെയും അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ അച്ചീവിങ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. അതായത് ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി കൂട്ടാൻ വേണ്ടി സഹായിക്കും. അതുപോലെ തന്നെ ഇൻഡിവിജ്വലിനെ മാക്സിമത്തിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാളുടെ മാക്സിമം പൊട്ടൻഷ്യൽ യൂട്ടിലൈസ് ചെയ്യാനും മാനേജ്മെന്റ് എയിം ചെയ്യുന്നു. സോ ദീസ് ആർ ദ വേരിയസ് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ്. സോ ഫാർ വി ഹാവ് സീൻ വാട്ട് ഇസ് മാനേജ്മെന്റ്, അതിന്റെ നേച്ചർ കണ്ടു ആൻഡ് ഇമ്പോർട്ടൻസ് കണ്ടു. Okay, next part we'll see the various levels of management.